നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആമാശയ ക്യാൻസറിനെ കുറിച്ചാണ്. ഇതെങ്ങനെ ഉത്ഭവിക്കുന്നു, ഇതിനെങ്ങനെ പ്രതിരോധിക്കാം, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇപ്പം നമ്മുടെ ഭക്ഷണം അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് ദഹനം കഴിഞ്ഞിട്ട് ചെറുകുടലിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഭക്ഷണത്തിനെ ശേഖരിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ആമാശയം. എന്തുകൊണ്ടാണ് സ്റ്റൊമക് ക്യാൻസർ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ആമാശയത്തിൻ്റെ ഭിത്തിയിൽ നിന്നാണ് സ്റ്റൊമക് ക്യാൻസർ ഉത്ഭവിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന ഒരു അണുബാധയാണ്. ഈ അണു നമ്മുടെ ഭക്ഷണത്തിലോ വെള്ളത്തിലൂടെയോ നമ്മുടെ ശരീരത്തിൽ കയറുകയും ആമാശയത്തിൽ ചെറിയ ചെറിയ അൾസറുകൾ ഉണ്ടാക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഈ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ വ്യത്യാസങ്ങൾ വന്ന് അത് ക്യാൻസറായി മാറുകയും ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾക്ക് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ റിഫ്ലക്സ് ഡിസീസ് മൂലം നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ ചില വ്യത്യാസങ്ങൾ വരികയും അത് പിന്നീട് ഭാവിയിൽ ക്യാൻസറായി രൂപാന്തരപ്പെടുകയും ചെയ്യാറുണ്ട്. ചെറിയ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരിൽ ഇത് ജനറ്റിക്കായി വരികയും അവരുടെ ഫാമിലിയിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലിയും ഈ ക്യാൻസർ ബേർഡനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കൂടുതലും ഫാറ്റ് ഉള്ളതും കൊഴുപ്പ് കൂടിയതും ഉപ്പിൻ്റെ അളവ് കൂടിയ ഭക്ഷണങ്ങളും ഗ്രിൽഡ് ആയിട്ടുള്ളതും സ്മോക്ഡ് ആയിട്ടുള്ള ഫുഡുകളുടെയും കൺസപ്ഷൻ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റൊമക് ക്യാൻസറിൻ്റെ പ്രൂവൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറുകളാണ്. അതേപോലെ തന്നെ മദ്യപാനം, പുകവലി ഇതെല്ലാം സ്റ്റൊമക് ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമിതവണ്ണം, അതേപോലെ തന്നെ ശാരീരികമായ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്, ഇതെല്ലാം നോണായിട്ടുള്ള റിസ്ക് ഫാക്ടറുകളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത് വളരെ നേരത്തെ വരുന്ന ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് വയറ് നിറഞ്ഞ് പോയതുപോലെ തോന്നൽ, അതല്ലെങ്കിൽ നെഞ്ചെരിച്ചിലുണ്ടാകുക, അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ വെയിറ്റ് കുറയുക, വയറിലെ വേദന, ഇതെല്ലാമാണ് ചില നേരത്തെ കാണുന്ന ലക്ഷണങ്ങൾ. ഇവയുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്ന അസിഡിറ്റിയും ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ആമാശയ ക്യാൻസർ കാണപ്പെടുന്നത്. കാരണം ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളതിന് വേണ്ട ഒരു വാല്യൂ കൊടുക്കാറില്ല. അസുഖം കൂടുമ്പോൾ വേറെ പല സിംറ്റംസും വരാറുണ്ട്. ചില സമയങ്ങളിൽ വയറിൽ അൾസറുകൾ ഉണ്ടാകുകയും ക്യാൻസർ മൂലമുള്ള അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബ്ലീഡിംഗ് ഒന്നില്ലെങ്കിൽ ഛർദിയുടെ കൂട്ടത്തിൽ രക്തമായി വരികയോ അതല്ലെങ്കിൽ മലത്തിലൂടെ പോവുകയോ ചെയ്യും. മലത്തിലൂടെ പോകുന്നതിന് മലീന എന്ന് പറയുന്നു. കറുത്ത നിറത്തിലുള്ള വളരെ ദുർഗന്ധമുള്ള ഒരു മലമായിരിക്കും അത്. ഇത് കൂടാതെ വേറെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇത് ആമാശയത്തിൻ്റെ അറ്റത്തെ ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിരന്തരമായ ഛർദി ഉണ്ടാക്കുകയും ചെയ്യാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദി വരും. ഇത് മേളിലുള്ള ഭാഗത്താണ്, ആമാശയത്തിൻ്റെ മേളിലുള്ള ഭാഗമാണെങ്കിൽ ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുകളും ഇതുണ്ടാക്കാം. പിന്നീട് ഇത് കോമൺ ആയിട്ട് സ്പ്രെഡ് ആകുന്നത് വയറിനുള്ളിലെ കഴലുകളിലോ അതല്ലെങ്കിൽ വയറിൻ്റെ ഭിത്തി ആയ പെരിറ്റോണിയം എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്, അതിലേക്കോ അതല്ലെങ്കിൽ വേറെ അവയവങ്ങളായ ലങ്സിലേക്കോ ലിവറിലേക്കോ ആണ്. ഈ വയറിൻ്റെ ഭിത്തിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവിടെ വയറിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വളരെ അഡ്വാൻസ് സ്റ്റേജുകളിൽ അതിന് അസൈറ്റിസ് എന്ന് പറയും. വയറസ്തംഭനവും ഈ വയറിൽ വെള്ളം വരുന്നത് മൂലം വയറസ്തംഭനമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നതിൽ നമ്മുടെ ജീവിതശൈലിയെ മാറ്റുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തെ ശ്രദ്ധിക്കുക, കൊഴുപ്പും സ്മോക്ഡ് ഫുഡ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതെല്ലാം കുറയ്ക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ള നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കൺസ്യൂം ചെയ്യുക. ഇതെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് കൂടാതെ ജനറ്റിക്കായി ഹൈ റിസ്ക്കുള്ള അല്ലെങ്കിൽ ഫാമിലിയലായിട്ടുള്ള റിസ്ക്കുള്ള ആൾക്കാർ 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് നേരത്തെ ഇതുപോലെ സ്റ്റൊമക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും. എങ്ങനെയാണ് സ്റ്റൊമക് ക്യാൻസറിൻ്റെ രോഗനിർണയം നടത്തുന്നത്? സാധാരണഗതിയിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുകയും അതിലെന്തെങ്കിലും വളർച്ചകളോ അൾസറുകളോ കാണുവാണെങ്കിൽ അതിൽ നിന്നൊരു ബയോപ്സി എടുക്കുകയും ചെയ്യാറുണ്ട്. ആ ബയോപ്സിയിൽ നിന്നാണ് നമുക്ക് ക്യാൻസറിൻ്റെ പ്രൂഫ് കിട്ടുന്നത്.
ഒരു വ്യക്തിക്ക് ക്യാൻസറിൻ്റെ പ്രൂഫ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അത് അതിൻ്റെ സ്റ്റേജിങ് ആണ്. ഇത് ഏത് സ്റ്റേജിലുള്ള അസുഖമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഒരു CT സ്കാൻ, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഫുൾ ബോഡിയുടെ PET CT സ്കാൻ ആണ് നമ്മൾ ഈ സ്റ്റേജിങ് പ്രക്രിയയ്ക്ക് സാധാരണമായി ഉപയോഗിക്കുന്നത്. ഇത് 4 സ്റ്റേജായിട്ട് നമുക്ക് അത് കഴിഞ്ഞതിനെ തിരിക്കാം. ആദ്യത്തെ 1-2 സ്റ്റേജുകളിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയാണ്. ആമാശയത്തിൻ്റെ ഫുൾ ഭാഗം അല്ലെങ്കിൽ ഒരു ആമാശയത്തിൻ്റെ ഒരു 50 to 70% ഭാഗം എടുത്ത് കളയുന്നതാണ് ടോട്ടൽ ഗ്യാസ്ട്രക്ടമി അല്ലെങ്കിൽ ഡിസ്റ്റൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറയും. ഇത് കൂടാതെ വയറിൻ്റെ ആ ഭാഗത്തുള്ള കഴലുകളെ നമ്മൾ നീക്കം ചെയ്യും. അതിനെ ഒരു D2 ലിംഫ് നോഡ് ഡിസെക്ഷൻ എന്ന് പറയും. ഇതാണ് സർജിക്കലി ആമാശയ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കീമോതെറാപ്പിയാണ്. സർജറിക്ക് ശേഷം ആണ് കൂടുതൽ കൊടുക്കുന്നത് കീമോതെറാപ്പി. അതല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ട്യൂമറുകളാണെങ്കിൽ ആദ്യം കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം ആണ് സർജറി ചെയ്യുക. 4ാമത്തെ സ്റ്റേജ് അസുഖം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ വേറെ അവയവങ്ങളിലേക്കോ വേറെ ഭാഗങ്ങളിലേക്കോ പോയ ക്യാൻസറിനെയാണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഒരു പാലിയേഷൻ അല്ലെങ്കിൽ ഒരു സാന്ത്വന ചികിത്സ എന്നുള്ള രീതിയിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ അവൻ്റെ സിംറ്റംസിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാതെ സ്ഥിരമായി വോമിറ്റിംഗ് അങ്ങനെ അല്ലെങ്കിൽ ഛർദിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരിൽ ഒന്നില്ലെങ്കിൽ നമുക്കൊരു ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഒരു ഫീഡിങ് പ്രൊസീജിയർ, ഒരു ചെറുകുടലിലേക്ക് ഒരു ട്യൂബ് ഇട്ട് കൊടുത്ത് അതിലൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി വഴി ഒരു സ്റ്റെൻറ്റ് ഇട്ട് അതിലൂടെ ഭക്ഷണം പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് 4ാമത്തെ സ്റ്റേജിൽ കീമോ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം എനിക്ക് ഇന്ന് നിങ്ങളോട് ആമാശയ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ 2 കാര്യങ്ങളാണ് പറയാൻ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ നിസ്സാരമായാണ് തുടങ്ങുന്നത്. ആ നിസ്സാരമായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിന് ഒരു കാര്യഗൗരവം കൊടുത്ത് ഇതിനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമുക്ക് വളരെ നേരത്തെ സ്റ്റേജുകളിൽ ചിലപ്പോൾ ആമാശയ ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മുടെ അസിഡിറ്റി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വയ ചികിത്സയും ചെയ്യുന്നതിലൂടെ നമ്മൾ ചിലപ്പോൾ വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്റ്റൊമക്ക് ക്യാൻസറിനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. 2ാമത്തെ കാര്യം, അങ്ങനെ നമ്മൾ നേരത്തെ ഒരു സ്റ്റേജിൽ ഇതിനെ കണ്ടുപിടിക്കുകയും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനെ ബെറ്ററായിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുകയും അവർക്ക് ഒരു നല്ലൊരു ലൈഫ് എക്സ്പെക്റ്റൻസി കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. താങ്ക് യു.